ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഏഞ്ചൽ സെറ്റിലേക്ക് സ്വാഗതം. ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബ്രെഡ് ചോക്കോ ഫിൽസ് ആണ്. അതിനാവശ്യമായി നമുക്ക് വേണ്ടത് ബ്രെഡ്, ഡയറി മിൽക്ക്, 2 സ്പൂൺ മൈദയും 1 സ്പൂൺ അരിപ്പൊടിയും മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബ്രെഡ് പൊടിച്ച് വെച്ചതുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഡയറി മിൽക്ക് എല്ലാം ഒന്ന് പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇനി ഒരു പീസ് ബ്രെഡിൻ്റെ മുകളിലേക്ക് ഒരു ചോക്ലേറ്റ് വെച്ച് കൊടുക്കാം. അതിന് മുകളിലേക്ക് ഒരു ബ്രെഡ് കൂടെ വെച്ച് കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു മോൾഡ് എടുത്തിട്ടുണ്ട്. ഇനി ആ ചോക്ലേറ്റ് നടുക്ക് വരുന്ന ആ രീതിയിൽ നമുക്കൊന്ന് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് കിട്ടിയിട്ടുണ്ട്. ബാക്കി എല്ലാ ബ്രെഡും നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. എല്ലാ ബ്രെഡും ഞാൻ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മോൾഡ് ഇല്ലെങ്കിൽ ഗ്ലാസിൻ്റെ പക്ക് വെച്ചൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടിയിലേക്ക് സ്വല്പം ഉപ്പും വെള്ളം കൂടെ ചേർത്തൊന്ന് കലക്കിയെടുക്കാം. ഇപ്പം ഞാൻ ഇതുപോലെ മിക്സ് ചെയ്തൊന്ന് എടുത്തിട്ടുണ്ട്. മൈദമാവ് മാത്രമായിട്ടാണെങ്കിലും കലക്കിയെടുക്കാം. ഞാനിവിടെ സ്വല്പം അരിപ്പൊടി കൂടി ചേർത്തത് ഒരു കരികരിപ്പ് കിട്ടാനാണ്. ഇനി നമുക്ക് ഷേപ്പ് ചെയ്തെടുത്ത ബ്രെഡ് ഇതിലേക്കൊന്ന് മുക്കിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് ബ്രെഡ് ക്രംസിലേക്ക് മുക്കിയെടുക്കാം. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഇതിനെല്ലാം ഒന്ന് ബ്രെഡ് ക്രംസിൽ മുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം അതിനാവശ്യമായ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ബ്രെഡ് ചോക്കോ ഫിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.